നിങ്ങളെല്ലാരും കാണിക്കുന്നത് പിടിച്ചോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നീ സരിഗമ തിരിഞ്ഞു നോക്കുന്നേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേ അന്ന് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ ആ ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്ന ദിവസമാണിന്ന്. ഇപ്പൊ ഞാൻ സർപ്രൈസ് ആയിട്ട് പോയി മേടിച്ചു കൊടുത്താൽ ശരിയാവത്തില്ല, കാരണം ഇവളൂടെ കണ്ട് ഒക്കെ വേണം അത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണെന്ന് ആൾക്കറിയാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇപ്പൊ അങ്ങോട്ട് പോവാണ്. പിള്ളേർ രണ്ടുപേരും വീട്ടിലുണ്ട് കേട്ടോ. അവരെ വന്നിട്ട് നമുക്ക് കാണിക്കാം. ഇപ്പൊ 4 മണിയായി, കടയിൽ 6 മണിയാകുമ്പോൾ പോകണം. ഇനി മിക്കീനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പം മിക്കീനെ വന്നിട്ട് 6 മണിക്ക് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ എന്തുവാണ് മേടിക്കുന്നത് അതൊക്കെ മൊത്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. വീട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഭയങ്കര ഹാപ്പി മൊമെന്റിലാണ്. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ ഇത് വന്നിട്ട് പറയാം അല്ലെ, എന്താന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും അല്ലെ. അപ്പൊ നമുക്ക് നേരെ അതൊക്കെ പോയി കണ്ടിട്ട് വരാം. അതിലിപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, മാക്സിമം പറ്റുന്ന അത്രയും നമ്മൾ ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പഴയ പോലെ സംഭവമായിട്ട് തിരിച്ചു ഊർജ്ജസ്വലനായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പം വീഡിയോയ്ക്ക് മാത്രം ഇത്തിരി കുറവുകൾ കാര്യങ്ങൾ വരുന്നുള്ളൂ, കാരണം എല്ലാ ദിവസവും കറക്റ്റ് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല. അപ്പൊ അതും നമ്മൾ പരിഹരിച്ച് പറ്റുന്ന പോലെ എല്ലാ ദിവസവും പോകുന്നോണ്ടാണ്. അതെ. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ വീഡിയോയും മാക്സിമം ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് എല്ലാവരുടെയും ഒരു പരാതി. അത് നമ്മൾ എന്തായാലും പരിഹരിക്കും. അപ്പൊ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളോടൊക്കെ നമുക്ക് പോകാം അല്ലേ? യെസ്. അപ്പൊ ബാക്കി കാര്യങ്ങളോട് പോകുമ്പോൾ നിങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അഡാർ ഐറ്റം മേടിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പൊ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. എന്റെ ആ ഒരു റുട്ടീനും കാര്യങ്ങളും ഒക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം ജിമ്മിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ജനറ്റിക്കലി നോക്കുമ്പോൾ എന്റെ പാരമ്പര്യമായിട്ട് പലർക്കും ഷുഗർ ഉണ്ട്. എന്റെ ഭാഗം വലിയപ്പിച്ചിനും ഒക്കെ ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. ഇപ്പം അടിച്ചു കഴിയുന്ന ഫുഡ് പിന്നീട് കൺട്രോൾ ചെയ്യാണ്ട് വരുമോ എന്നൊരു പേടി. അതുകൊണ്ട് നമുക്ക് മുൻകരുതലായിട്ട് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് ലാബിൽ പോയി ചെക്ക് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഇത്തിരി ടഫാണ്. നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആവും. അതേപോലെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ടൊക്കെ രാവിലെ ഫുഡ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അതിപ്പോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ് ഈ ഗ്ലൂക്കോമീറ്റർ, അഗാരോയുടെ ഗ്ലൂക്കോമീറ്റർ. അപ്പം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഷുഗർ ഒക്കെ ലൈവ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ കിട്ടും. അതായത് നമുക്ക് ഒരു ഹ്യൂജ് ടൈം നമുക്ക് രാവിലെ പോയിട്ട് പോകും. അതായത് നമുക്ക് രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കാതെ അവിടെ പോകണം, അവിടെ വെയിറ്റ് ചെയ്യണം ആൾക്കാരുണ്ടെങ്കിൽ. അപ്പം നമുക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യണം, നല്ലൊരു സമയം അതിന് വേണ്ടി പോകും. അതിൽ എന്ത് ഈസിയാണ്. വെറും 5 സെക്കൻഡിൽ നമുക്ക് ഇവിടെ വീട്ടിൽ റിസൾട്ട് കിട്ടുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. വലിയ പ്രൈസോ കാര്യങ്ങളൊന്നുമില്ല, പ്രൈസ് വേരി ആയിക്കൊണ്ടിരിക്കും ആമസോണിൽ. അപ്പം ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ബാക്കി അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലും എല്ലാം പരിചയപ്പെടുത്തി പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കേസിനകത്താണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. അതേപോലെ ഒരു ഡാമേജോ കാര്യങ്ങളോ വരികയല്ല കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഒരു വാറണ്ടി കാർഡാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. 1 ഇയർ വാറണ്ടി ഉണ്ട്, 6 മന്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതേപോലെ മാനുവലി ഇതിനകത്ത് നോക്കി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. പുറകിലായിട്ട് ബാറ്ററി ഇടാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ബാറ്ററിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാറ്ററി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഓണാക്കി നോക്കാം കേട്ടോ. ഓണാക്കി നോക്കുമ്പോൾ നമുക്ക് ഡേറ്റ്, അത് ഇയർ കാര്യങ്ങളൊക്കെ നമുക്ക് സമയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഇത് മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ. എസിൽ ഞെക്കുമ്പോഴത്തേക്കും നമുക്കത് ഡേറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ 10 ലാൻഡ്സെറ്റ്സും അതേപോലെ 10 സ്ട്രിപ്സും ആണ് കേട്ടോ വരുന്നത്. ഇത് അഡീഷണൽ ആമസോണിൽ കൂടെ മേടിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കോഡ് 255 ആണ്. അത് രണ്ടും മാച്ചിങ് ആണോ എന്ന് നോക്കണേ. ഇതിനുള്ളിലാട്ടോ നീഡിൽ വെച്ച് കൊടുക്കണ്ടേ. നമുക്ക് നീഡിൽ എത്ര അളവിൽ വരണമെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് സാധിക്കും കേട്ടോ. അപ്പോൾ നീഡിൽ വെച്ച് കൊടുത്ത് ആ പ്ലാസ്റ്റിക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയേക്കുക. എന്നിട്ട് അതിൽ ഉള്ളിലോട്ട് ആക്കുക കേട്ടോ. അത് ക്യാപ്പ് പോലെയാണ്, ഊരിയാൽ മതി. എന്നിട്ട് ബാക്കിലൊന്ന് വലിച്ചു വിടുമ്പോഴത്തേക്ക് അത് ലോഡ് ആവും കേട്ടോ. അപ്പോൾ ഓറഞ്ചിൽ പ്രസ് ചെയ്യുമ്പോഴാണ് അത് അതിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പം വിരലെല്ലാം നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ലോഡ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് പ്രസ് ചെയ്യുക. ചെറിയൊരു വേദന എടുക്കുക കേട്ടോ, ചെറിയൊരു വേദന, അത് ഉറുമ്പ് കടിക്കുന്ന വേദന എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പ്രസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ബ്ലഡ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വേണം നമ്മുടെ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് എൻ്റെ റിസൾട്ട് അറിഞ്ഞു കേട്ടോ. എനിക്ക് ഷുഗർ ഉണ്ട്, 253 അത്യാവശ്യം കൂടുതലാണ്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സ്ട്രിപ്പ് എടുത്ത് വേസ്റ്റിലോട്ട് ഇടുക. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നീഡിലും പൊക്കോളൂ കേട്ടോ.
അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കും ഈസി ആയിട്ട് നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ, നിങ്ങളുടെ ഷുഗറിന്റെ അളവ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഈസി ആയിട്ട് അധിക സമയം കളയാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ചെറിയൊരു ക്വാണ്ടിറ്റി ബ്ലഡ് മതി അതിന്. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണേ, നമ്മുടെ ഫാമിലിയിൽ, നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓടിപ്പോയി മേടിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ പോയിട്ട് വന്നു കേട്ടോ. പിള്ളേരുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല, ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മള് മേടിച്ചിട്ട് വന്നു. കുഞ്ചിസ് എന്റെ കയ്യിരിപ്പുണ്ട് കേട്ടോ. ഇതെവിടാ? അപ്പുറത്തെ വീട്ടിൽ കേട്ടോ. അപ്പൊ ഐറ്റം കാണിക്കാം, നിങ്ങളെല്ലാരും കാണിക്കാം. പിടിച്ചോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മേളിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. സിംഗറിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. അത് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തേ. ഗിഫ്റ്റ് കണ്ടിട്ട് നമുക്ക് കുഞ്ചൂസിന് ഗിഫ്റ്റ് കൊടുത്തപ്പം എനിക്ക് സിംഗർ ഒരു ഗിഫ്റ്റ് തന്നെ കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഇത്രയും നേരം. ഞാൻ മേടിക്കണമെന്ന് ആഗ്രഹിച്ച സാധനം ഇത്. ഞാൻ ഓർത്താ എൻ്റെ കൂടെ മേടിക്കണമല്ലോ നമുക്ക്, കാരണം ഗിഫ്റ്റ് തുറന്നിട്ട് എന്തായാലും നോക്കാന്ന് വെച്ചു. ഇത് എല്ലാ കളറ് വേണ്ടേ, ഒരു കത്രിക ഉണ്ട്, ഒരു ടേപ്പ് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്, അത് നീഡിൽസ് ഉണ്ട്, അതേപോലെ എല്ലാ ഷെയ്ഡിലുമുള്ള ഇതുമുണ്ട്. നമുക്ക് കറക്റ്റ് ഒരു പെട്ടിയും കിട്ടി കേട്ടോ. അടിപൊളി, സൂപ്പർ കേട്ടോ. എല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ. പൊളിച്ചു അത് പൊളിച്ചു കേട്ടോ. സൂപ്പർ ഗിഫ്റ്റാ, അടിപൊളി. അത്യാവശ്യം കുറച്ചുകൂടെ കളേഴ്സ് മേടിക്കണം എങ്കിലും എല്ലാ ഷെയ്ഡും ഉണ്ട് അല്ലേ? അടിപൊളി കേട്ടോ. നല്ലൊരു പാക്കിങ്ങിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി നമ്മുടെ ഐറ്റം എന്നാ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അത് പോയിട്ട് ഞാൻ ഈ വീഡിയോ ഇത് കാണിക്കുന്നതിന് ഇപ്പുറം നിങ്ങളെ ഒരു ഡെമോ ഉണ്ട്. ഇതിന്റെ ഡെമോ, ഇത് എന്തുവാണ് ഐറ്റം എന്ന് കാണിക്കുക ആദ്യം, എന്നിട്ട് ഡെമോ കാണിക്കുക. കാരണം ഡെമോ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും എടുക്കാം, ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഓർത്തിട്ട് ഡെമോ വരുന്നതാണ്. ചെറിയ ബിസിനസ് അല്ലെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അടുത്തുള്ളവർക്കാണെങ്കിൽ അടിച്ചു കൊടുക്കാൻ. അതെ അതെ. അപ്പം ഇതിലോട്ട് എന്തിനു വന്നു എന്നൊക്കെയുള്ളതിന്റെ ആ ഒരു ഡെമോ നിങ്ങൾക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. വേറെ മെഷീൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഫീച്ചേഴ്സ് ഒക്കെ ഏകദേശം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതേപോലെ തന്നെ. ഇത് കാണിച്ചു തരാം. യൂട്യൂബിൽ ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ട്. ഇത് അടിച്ചങ്ങ് കൊടുത്താൽ മതി. സിംഗർ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് 2605 എന്ന് പറഞ്ഞ ഡെമോ കാണിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാത്തിലും ഉണ്ട്. ബോബൻ കേസ് ചുറ്റുന്ന കാണിച്ചാൽ ആദ്യം. ഞാൻ നേരത്തെ ഒരാളെ കാണിച്ചു കൊടുത്തതിൻ്റെ ചുറ്റി കുറച്ചിട്ടുണ്ട്. ബാക്കി എൻ്റെ മേളിലോട്ട് ഞാൻ ഈ ആക്സറീസ് എല്ലാം ഇതിൽ ഉള്ളതാണ്. നമുക്ക് ഇത് ലോക്ക് ചെയ്യാം, ഉരുട്ടി അടിക്കാം, മറ്റേ 6 ആഗ് വെച്ചാൽ ലോക്ക് ചെയ്യുന്നത്. പിന്നെ ബട്ടൺ ഹോൾ ഉണ്ടാക്കാം, എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റോപ്പറാണ്. നിങ്ങൾ ഇത് ബോബൻ കിട്ടാനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഇതിലെ കൂടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ഇതിലേക്ക് ലോക്ക് ചെയ്യാം. ഇത് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ചായിരുന്നു അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ റെഗുലേറ്റർ താഴത്ത് കാലിൽ വെച്ച് നോക്കും. ലൈറ്റ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ ബോബൻ ചുറ്റാനായിട്ട് നോബ് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടാണ്. ഓക്കെ, ആക്ടിവേറ്റ് ആവത്തുള്ളൂ.
ഇത് ഓട്ടോമാറ്റിക്കലി ഫുള്ളാകാൻ നേരത്ത് ഇത് ഇവിടുത്തെ ഈ ഇത് കണ്ടോ, ആ ഇതിൽ വന്ന് തട്ടും, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. ഓക്കെ ഓക്കെ, ഓക്കെ. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതിലേക്ക് എടുക്കുക, ഇങ്ങനെ കൊണ്ടുവരും. ഇതിനകത്ത് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ഓ ശരി. പിന്നെ ഇതേ യു ടേൺ പോലെ ഇങ്ങനെ എടുത്ത് മേലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ തിരിച്ചു കൊടുക്കുക. ഇവിടെ തിരിക്കാൻ നേരത്ത് എന്നിട്ട് അതിനകത്ത് കൂടെ ഇങ്ങനെ എടുക്കുക. കഴിഞ്ഞു. കഴിഞ്ഞ് താഴത്ത് വരാൻ നേരത്ത് ഇവിടെ ഒരു ഗാർഡുണ്ട് താഴത്ത്, ഗാർഡിലേക്ക് കയറ്റും. ഇതുണ്ട് ഗാർഡ, അതിലേക്ക് കയറ്റും. ഇനി ഇത് ഓട്ടോ ത്രെഡ്, പിന്നെ നമ്മുടെ നൂല് കോർക്കുന്നതാണ്. ഇതുണ്ട് ഈ ഒരു നോബ് ഇതുണ്ട്, ഇതിലിങ്ങനെ താഴത്തോട്ടാക്കിയിട്ട് ഈ നൂല് ഇവിടെ പിടിക്കുക, പിടിച്ചിട്ട് ഇതിലേക്ക് കയറ്റി കൊടുക്കുക. പിന്നെ എടുക്കുക, ഈ തള്ളവല്ലോണ്ട് ഇതിലേക്ക് കയറ്റിയിടുക. ഉണ്ടോ, ഈ ലോക്കിലേക്ക് ഇത് കയറ്റിയിട്ട് ഇതിൻ്റെ നേരെ ഇതിൻ്റെ ഇടക്കോട്ട് ഇങ്ങനെ ഇടുക, എന്നിട്ട് ബാക്കിലേക്ക് എടുക്കുക. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഇനി സ്റ്റിച്ചസ്, ഇതിനകത്ത് ഇതാണ് സ്റ്റിച്ച് ലെങ്ത് എന്ന് പറയുന്നത്. സ്റ്റിച്ച് ലെങ്ത് എന്ന് പറഞ്ഞാൽ കാണിയുടെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ എല്ലാ ഡിസൈൻസിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് സ്ട്രെയിറ്റ് സ്റ്റിച്ചിങ് കാണിച്ചാൽ ഇത് നമ്മൾ ഈ നോബ് തിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സൂചി ഇതിനകത്തായിരിക്കരുത്, മേളിലായിരിക്കണം. കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് ആക്ക് മെഷീനാണ്. ഈ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും നമ്മൾ ഇത് ഓരോന്ന് തിരിക്കുന്നതനുസരിച്ച്. ഇതൊക്കെ അതിൽ നോക്കാൻ നേരത്ത് മനസ്സിലാവും, കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്താണെങ്കിൽ സൂചി ഒടിയാൻ ചാൻസ്, അതാണ് നമ്മൾ അത് എപ്പോഴും കെയർ ചെയ്യണം. നമുക്ക് ഏറ്റവും ചെറിയ സ്റ്റിച്ച് ഈ ഗ്യാപ്പാണ്. സീറോയിലിട്ട വർക്ക് ചെയ്തില്ല, മൂവിങ് ഇല്ല. സീറോ കഴിഞ്ഞ് ജസ്റ്റ് ഈ സെൻട്രൽ പൊസിഷൻ ഉണ്ടോ, ഇതിലിടുമ്പോൾ ഏറ്റവും ചെറുത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഇത് കണ്ട, സൈസ് കണ്ട, വളരെ ചെറുത്. പിന്നെ അതിൻ്റെ വലുത് നമുക്കൊരു 1.5. ഈ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന് നേരെ നമ്മൾ വെക്കണം. വലുതാണ്. അങ്ങനെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ 2.5 ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് വലുതായിക്കൊണ്ട് നമുക്ക് ഏതാ വേണ്ടത് അത് കണ്ട സ്റ്റിച്ചസ് മാറിക്കൊണ്ട്. പിന്നെ അടുത്തത് പിന്നെ നമുക്ക് സിക്സ് ആഗ്. ഇതിനകത്ത് ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്ന ഡിസൈൻസ് ഉണ്ട്, ബ്ലൂ ഷെയ്ഡിൽ. ഈ ബ്ലൂ ഡിസൈൻസ് വരണമെന്നുണ്ടെങ്കിൽ ഈ S1 എന്നുള്ളത് ഇങ്ങോട്ട് ആക്കി വെക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ ഡിസൈൻസേ വരത്തും. അപ്പോൾ ഇതിനകത്ത് സിക്സ് ആഗ് നമ്മൾ ഇട്ടു, ഈ ബ്ലൂ സിക്സ് ആഗാണ് വരേണ്ടത്. ഇതിനകത്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഇത്രയേ ഉള്ളൂ. ഈ നോവ് തിരിയുന്നത് ഇത് മൈനസും പ്ലസും. ഇതിനകത്ത് നമുക്ക് മറ്റേതുപോലെ അല്ല, ഇതിനകത്ത് ഇവിടെ സി പ്ലസ് 1 C 1. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഡിസൈൻസ് സിക്സ് ആഗ്. ഈ സിക്സ് ആഗ് കട്ടിയുള്ള സിക്സ് ആഗ്, കട്ടിയാണ് കണ്ടാ, ഈ ബ്ലൂ ഷെയ്ഡ്. അത് തന്നെ നമ്മൾ 1.5 ചെയ്യുമ്പോൾ സാധാ സിക്സ് ആകും, ബ്ലാക്ക് ആയി വരുന്നു. ഇനിയിപ്പോൾ ഇതിൽ വിട്ടിട്ട് ഇതിനകത്തുള്ള ഏറ്റവും നല്ലൊരു ഡിസൈൻ നമ്മൾ സ്കാലപ്പ് ഉണ്ട്. ഇതിനകത്ത് സ്കാലപ്പ് ഡിസൈൻസ് ഇടണമെങ്കിൽ സ്കാലപ്പിലേക്ക് വരിക, അതിന് ശേഷം ചെറുതാക്കുക. സ്കാലപ്പ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആകണമെങ്കിൽ കാണി ചെറുതാകണം. 1 ചെയ്തത് ഇത്ര ഇട്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാലപ്പ് ഡിസൈൻ ചെയ്യും.
600 ഡിസൈൻസ്. അതിൻ്റെ തന്നെ സ്കാലപ്പിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്. ബ്ലൂ അത് വേറെ, അത് കട്ടിയില്ല അത്ര. അത് വേറൊരു ഷേപ്പാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിനകത്ത് ഈ സമയത്ത് പിടിച്ച് തിരിക്കും. ഇത് ഇവിടെ പിടിച്ച് തിരിക്കും. ഈ ഒരു ഡയറക്ഷനിൽ എപ്പോഴും കറക്കാം. അങ്ങോട്ട് കറക്കിയും തിരിയും. പക്ഷെ അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേ അല്ല. ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം താഴത്തോട്ട് പോയിട്ട് പിന്നെ പൊങ്ങി വരും. ബട്ടൺ ഹോൾ അല്ലേ? ബട്ടൺ ഹോൾ ഇടാൻ നേരത്തെ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഇതിനകത്തുള്ള എക്യുപ്മെൻറ്റ്സ് കാണിച്ചത്. ഇത്രയും ആക്സസറീസ് ഇതിനകത്ത് കൊടുക്കുന്നു. ഇത് സ്റ്റോപ്പറാണ്. ഇത് മറ്റേ ബട്ടൺ ഹോൾ ഇട്ടതിന് ശേഷം കീറാനായിട്ടുള്ള. പിന്നെ ജസ്റ്റ് ബട്ടൺ ഹോൾ ഇടുന്നതിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്. ഇതിനാണ് നമ്മളിത് ഈ ഫുട്ട് മാറ്റണം. പ്രഷർ ഫുട്ട് മാറ്റിയിട്ട് ഇത് ഇടണം. ഇത് മാറ്റുന്ന ഇടുന്ന കാണിക്കണം. എന്നിട്ട് ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന ലൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും മതി. ബട്ടൺ ഹോളിൻ്റെ ലെങ്ത് ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. ഇത്രയും വരെ ഇട്ടിട്ട് എന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ലെങ്തിലുള്ളൊരു ബട്ടൺ ഹോൾ കിട്ടും. വലുത് വേണം. ഇപ്പോൾ വലുത് ഇടണമെങ്കിൽ ഇങ്ങനെ ഇവിടം വരെ ആക്കിയിട്ട് നമ്മൾ ഇടുക. അപ്പോൾ പിന്നെ ഇത്രയും നീളത്തിൽ ഇങ്ങനെ വരും. ഇത് ബട്ടൺ ഫിക്സ് ചെയ്യുന്നത്. ബട്ടൺ ഫിക്സ് ചെയ്യുന്ന ഇപ്പോൾ അത് നിങ്ങൾ കാണിച്ചില്ല. അത് ഇതിനകത്ത് ബട്ടൺ ഇപ്പോൾ ഞാൻ നോക്കി ചെയ്തുതരാം. ഇത് അതിനകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് അതിൻ്റെ മേളിൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ബട്ടൺ വന്നിട്ട് 6 ആഗിൽ അടിച്ച് ബട്ടൺ പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇതിൽ. ബട്ടൺ അതിൻ്റെ മേളിൽ ഈ സാധനം ഫുട്ടിട്ടിട്ട് ഇതിൻ്റെ മേലോട്ട് ബട്ടൺ വെച്ച് കൊടുക്കും. എന്നിട്ട് കറക്റ്റ് 6 ആഗ് ഇടും. നമ്മൾ 6 ആഗ് ഇടാൻ നേരത്ത് അവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ആ ഹോളിലൊന്ന് വെച്ച് നോക്കണം. 6 ആക്കിയിട്ടിട്ട് അപ്പുറത്തും വരുന്നില്ല. ഇത് വെച്ചിട്ട് ബട്ടൺ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് തുണിയെ താഴത്തിട്ടിട്ട് നമ്മൾ നേരെ അടിച്ചു കഴിഞ്ഞാൽ 6 ആയി. ഇതാണ് ഉരുട്ടി അടിക്കുന്നത്. നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ റൗണ്ടിൽ ഉണ്ടത്. ഈ റൗണ്ടിൽ കൂടെ കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഇത് സിബിൻ്റെ വൺ സൈഡ് വെച്ചിട്ട് സിബ് അടിക്കുന്നത്. ഇത് ഈ ബട്ടണിൻ്റെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ എടുക്കാനുള്ള എക്യുപ്മെൻറ്റ്. ഇത് ഇല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ നീഡിലുണ്ട്. ബട്ടൺ ഹോൾ കാണിച്ചു. ജസ്റ്റ് ഇതാണ്. എൻ്റെ വെള്ളമുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണിച്ചാൽ ഇത് 2 വിരൽ വെച്ചിട്ട് ഈ ഒരു ലോക്കാണ്. ലോക്ക് പോലെ ഇതിലേക്കാണ് വരേണ്ടത്. ഇങ്ങനെ ഇട്ടിട്ട് പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് അതേപോലെ തന്നെ ഊരിയെടുക്കും. ഇതും അതേപോലെ തന്നെ. പിന്നെ ഹോൾ എത്ര നമുക്കിപ്പോൾ ഇതിനകത്തുള്ള ലെങ്ത് ഇത്രയും ലെങ്ത് വരും. ഇത് ബട്ടൺ ഹോളിൻ്റെ 3 സ്റ്റെപ്പാണ്. ഇതാണ് ബട്ടൺ ഹോളിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് സ്റ്റെപ്പിലെന്ന് പറയുമ്പോൾ സ്റ്റിച്ചസ് അങ്ങോട്ട് പോകുന്നതാണ്. ബട്ടൺ ഹോൾ വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ബട്ടൻ്റെ ഈ ഹോളുണ്ട്. ഇത് കണ്ട് ഈ പൊസിഷൻ ഇട്ടുകൊണ്ട് ബട്ടൺ ഹോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോയി. ഇവിടെ സ്റ്റെപ്പ് അങ്ങോട്ട് പോയില്ലേ? സെക്കൻഡ് ഇടുക. പിന്നെ തേർഡ് സ്റ്റെപ്പ് റിട്ടേൺ വരും. ഇത് വീണ്ടും സെക്കൻഡിലേക്ക് പോകും. പിന്നെ ക്രോസ് ആയി എടുക്കുക. ബട്ടൺ ഹോളായി. ബട്ടൺ ഹോൾ ആക്കാനായിട്ട് എന്നിട്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ എക്യുപ്മെന്റ് വെച്ചിട്ട്
ഓ ജസ്റ്റ് അങ്ങ് കയറിയാൽ മതി അല്ലേ? പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഓക്കെ ഓക്കെ. പ്രഷർ ഫുട്ട് വെക്കുക, ജസ്റ്റ് ഒന്ന് ഉരുട്ടി അടിക്കാം അല്ലേ? പ്രസ് ചെയ്ത് ഒന്ന് ഉരുട്ടി അടിക്കാനാണ്. ഓക്കെ. ഇതിനകത്തോടെ ഈ വെട്ട് കണ്ടോ, അതിനകത്ത് ഇവിടെ ഒരു പാടുണ്ട്, അതിനകത്ത് കൂടെ നൂലിട്ടിട്ട് ബാക്കിലേക്ക് ശരി. എഡ്ജിൽ വെക്കുക. കൈ ഇങ്ങനെ വെക്കുക, തള്ളവല്ലി വെക്കുക, ഒന്ന് മടക്കി കൊടുക്കണം. അല്ലല്ലോ സോറി, ഇതിനകത്ത് ഇടാൻ നേരത്ത് സിക്സാഗ് ഇട്ടാലോ, സിക്സാഗ് ഇട്ടാണ് കുറുക്കിയിരിക്കുന്നത്, മാറ്റാൻ പറ്റും. ഇതുണ്ട ഇതിട്ട് സെൻറ്റർ, ഈ സെൻറ്റർ വണ്ണലാക്കിയാണ് വണ്ണ്. കയറി മടക്കി ഇങ്ങനെ കൊടുക്കണം കൈ, ഓട്ടോമാറ്റിക്കലി അത് അതിനകത്തോട്ട് കയറി. ഇത് ഇത്ര അടുത്ത് വേണമെങ്കിൽ വണ്ണ് മതി, ഇച്ചിരി കൂടെ ഇച്ചിരി നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് കൂട്ടിയാൽ മതി, അപ്പോൾ നീളത്തിലായി. അടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാകുമ്പോൾ ഒരു വൃത്തിയുണ്ട് കാണാം, മറ്റേ വലുത് വരുമ്പോൾ ഇങ്ങനെ 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 വലുത് കാണും. അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ വേണ്ടേ നമ്മുടെ ഐറ്റം കിച്ചസിന്റെ മടിയിൽ ഇരിപ്പുണ്ട്, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യാം അല്ലേ? ഓൾറെഡി നിങ്ങൾ അവിടെ കണ്ടു, ആ ഐറ്റം തന്നെയാണ്. ഓപ്പൺ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ? ഇപ്പൊ ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇത് മേടിച്ചതിന്റെ കാര്യം എന്നാന്ന് വെച്ചാല്, നമ്മൾ സത്യം പറഞ്ഞ ഇന്ന് രാവിലെ വരെ സാധാ നോർമൽ മെഷീൻ ഒരെണ്ണം മേടിച്ചിട്ട് അതിനുശേഷം പഠിച്ചതിന് ശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വലിയ മെഷീൻ മേടിക്കണം. എന്തായാലും നമുക്ക് മേടിക്കുന്നുണ്ട്, വലിയ മെഷീൻ മേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഇവളിങ്ങനെ കുറെയൊക്കെ സെർച്ച് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാണ്. കാരണം ഇതിലാണ് 21 ഡിസൈൻസ് ഉണ്ടല്ലേ, 21 ഡിസൈൻസിൽ നമുക്ക് തയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റേ മെഷീൻ എന്താന്ന് വെച്ചാൽ സാധാ ഒറ്റ അടിപ്പേ അടിക്കാൻ പറ്റുള്ളൂ, തയ്ക്കൽ മാത്രമാണ് അതിന്റെ ഓപ്ഷൻ. ഇതിനകത്ത് ഒരുപാട് ലോക്കിങ് പറ്റും, അതുപോലെ തന്നെ സിക്സാഗ് ഇതിലിടാൻ പറ്റും, ഈ ഡിസൈൻസ് എല്ലാം പറ്റും. പിന്നെ നമ്മുടെ സ്കാലപ്പ് ഇടാനും അതേപോലെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം ഡീറ്റെയിൽ ആയിട്ടെല്ലാം കണ്ടല്ലോ. അപ്പൊ ഇത്രയും പരിപാടികളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമുക്ക് ഇതിന് 15,000 രൂപയാണ് കേട്ടോ. MRP ഏകദേശം 25 MRP ഉണ്ട്, 15 രൂപ ആയിട്ടുണ്ട്. 13 സംതിങ്ങും ടാക്സ് കൂടെ എല്ലാം കൂടെ വന്നു 15 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മേടിക്കാനായിട്ട്, തുടക്കക്കാർക്ക് ഇത് തന്നെയാണ് നല്ലത്. ആരും പോയിട്ട് ബേസ് മോഡൽ 11,500 ഉണ്ട്, അത് പോയി മേടിക്കില്ലേ. അതിനകത്ത് 6 ഡിസൈൻസ് 6-8 ഡിസൈൻസ് വരുന്നുള്ളൂ. ഇതാവുമ്പോൾ 21 ഡിസൈൻസ് ഉണ്ട്. ചെറിയ എമൗണ്ട് വ്യത്യാസത്തില്, ചെറിയല്ല അത്യാവശ്യം ചെറിയ വലിയൊരു എമൗണ്ട്. 11,500 ആ, ഇത് 15. അപ്പം അത്ര വ്യത്യാസമുള്ളൂ, പക്ഷെ നമുക്ക് അത്രയും ഒരുപാട് വ്യത്യാസം. പിന്നെ ഇതിന്റെ ഏറ്റവും വലുത് 32 വരുന്നത്. അത് പക്ഷെ നമുക്ക് അതുകൊണ്ടാണ് ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ആവശ്യമുണ്ട്, പക്ഷെ നമുക്കിപ്പം 2 മെഷീൻ വാങ്ങിക്കുന്നിടത്ത് ഇതിന്റെയും അതിന്റെ ആവശ്യം. അതെ അതെ, നമുക്കിനി മെയിൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റേ മെഷീനും വരുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഈ അഡ്വാൻസ്ഡ് മെഷീനും ഉണ്ട്. അപ്പൊ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടറാണ്, ഇതിനകത്തുനിന്ന് തുടങ്ങി നല്ല രീതിയിൽ നമ്മള് ഇതിനകത്ത് എല്ലാം പഠിച്ച് ഭംഗിയായിട്ട് എല്ലാം വരാൻ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമാണ് വേണ്ടത്. കാരണം ഇത് നമ്മൾ എടുത്തുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തൊന്ന് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതുവരെ അമ്മയുടെ പഴയ മെഷീനിൽ അടിച്ചിട്ടുള്ള അല്ലാതെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടില് ബന്ധുക്കാരൊക്കെ വീട്ടിലെ മെഷീനിൽ അടിച്ചിട്ടുള്ള, വേറെ മെഷീനിലൊന്നും തയ്ച്ചിട്ടൊന്നും ഇല്ല. ചേച്ചിയുടെ മെഷീനിൽ അടിച്ചു തുടങ്ങിയിട്ട് ഇത് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി തയ്ച്ചു തുടങ്ങണം, എല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം എന്നെ കേട്ടോ. മുടി വളരുന്നേ ഉള്ളൂ കേട്ടോ. അവരെ കൊണ്ട് കാണിക്കാം. എടുക്കുവോ, നീ എടുക്കുവോ? പൊക്കി നോക്കി, അതിനുള്ള ആരൊക്കെ ഉണ്ടോ? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എടുത്താ പോരെ, തുറന്നെടുക്കുക. പെട്ടെന്ന് ഇട്ടിട്ടില്ല കേട്ടോ. ലക്ഷ്മി തുറക്കുക, ഗാരി കിടക്കുക. കണ്ടോ, ഒരു പെണ്ണ് അടയ്ക്കണത് ഉറക്കം കേട്ടോ. ഇത്ര ഉള്ളൂ ഈ മെഷീൻ. അമ്മയെന്ന് ഉദ്ദേശിച്ചറിയാം, നമ്മുടെ സാധാ മെഷീന്റെ മറ്റേ മേളിലിരിക്കുന്ന ഇത് ഒരുപാട് ഫംഗ്ഷനുള്ള
ഇത് മേടിക്കുന്നത് നല്ലത് മറ്റേ അപ്പൊ നിന്നോട് നിൽക്കണം. അല്ലമ്മേ എവിടെ വെച്ച് വേണം എനിക്ക് ഇവിടെ കട്ടിലെ വെച്ച് വേണം ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞു നോക്കി ഇത്രേ ഉള്ളു സാധനം. ആ പൊണ്ണങ്കൈ ഇങ്ങോട്ട് വെച്ച് നോക്കി ഇത്രേ ഉള്ളു. ഇത് നോക്ക് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. എങ്ങനെ വേണം തയ്ക്കാൻ ജീൻസ് ലോക്കുകളൊക്കെ ഇടാനായാലൊക്കെ മറ്റേ മെഷീനിൽ അങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഈ സാധാ മെഷീനൊക്കെ ജീൻസിന്റെ അടിച്ചിട്ടുണ്ടെങ്കിൽ സൂചി ഒഴിഞ്ഞു പോയി പിന്നെ മെഷീൻ കംപ്ലൈന്റ് ആയി എല്ലാം ഇതാണ്. ഇതാ മേടിച്ചേ. ചേട്ടനും പറഞ്ഞു ഇതാ ഏറ്റവും നല്ല ഓപ്ഷൻ. മറ്റൊരു ചാർജല്ല, അപ്പൊ ചാർജും കൂടെ കാണിക്കും. ഇത് 15 രൂപ, മറ്റേ 6 രൂപ. സാധാ മെഷീൻ 6 മോട്ടറും കൂടെ കൂട്ടിയിട്ട് 7. ബട്ടർഫ്ലൈ ഒക്കെ മേടിക്കണമെങ്കിൽ പൈസ കൂടുതൽ. അപ്പൊ ഇതാണ് കേട്ടോ മോളുടെ പുതിയ ഇതിലോട്ട് സൂക്ഷിച്ചു ഉപയോഗിക്കും. പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി പിന്നെ മൊത്തം നീരായിട്ട് കിടക്കും കേട്ടോ. കാല് ഭയങ്കര വേദനയാണ്. ഇനിയിപ്പോ എക്സ്റേ എടുക്കണം. അതെ, ഒരാഴ്ച മുന്നേ കൊണ്ടുപോയത്. ഒരാഴ്ചത്തേക്കിനുള്ള വേദനയ്ക്കുള്ള ഗുളിക തന്നു വിട്ടു. എന്നിട്ട് കുറവില്ലെങ്കിൽ പിന്നെ ഒന്ന് എക്സ്റേ എടുക്കാനാ പറഞ്ഞു. അറ്റാക്ക് വന്നിരിക്കുന്ന വിലക്കം കാലയില് വിലക്കം വന്നേക്കുവാ. അതാണ് കാലിൽ അറ്റാക്ക് തന്നെ പറയുന്നത്. കാലിൽ അറ്റാക്ക് കാലിൽ വിലക്കം വന്നേക്കുവാ. കാലിന്റെ അവസ്ഥ ഉണ്ടോ? ഇതില് നീരായിരുന്നു, വിരളൊക്കെ കാണുന്ന പോലെ ഇല്ല. ഇപ്പൊ നീര് ചുറ്റുന്നോട് നീരും കുറവായി. രണ്ടും പറയാമോ അല്ലെ? ആമിച്ച തുണിയിലാണ് അവിടെ കിടന്ന് പറഞ്ഞു. തുണി നല്ല പാമ്പ് വെച്ചിട്ടുണ്ട്. ചിറ്റാമ്മേനെ കാണിക്കാം കേട്ടോ. ഇത് അൽപ്പു ഉറക്കമാണെന്ന് തോന്നുന്നു. അൽപ്പു അവൾ ഉറക്കമാ. ഒരാളെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നുണ്ട്. ഓ എടുക്കാത്തതിന് നിൽക്കുന്നു. കുഞ്ഞാനാണ് ഭയങ്കര വലിച്ചോ. ഇങ്ങോട്ട് നോക്കണം. ഇല്ല പൂച്ചയുടെ കുഞ്ഞാണ്. ആറ പൊന്ന കുഞ്ഞൂരാണ് പറ. ഞാനത് ആറ പൊന്ന കുഞ്ചൂന്നാണ് വിളിച്ചേ. ആമിച്ചേച്ചി നല്ല ഉറക്കം കേട്ടോ, ഉടുപ്പിടാതെ. അതുകൊണ്ട് ആമിച്ചേച്ചി കാണിക്കാത്ത കേട്ടോ. അമ്മയ്ക്ക് ഒരു സൂത്രം മേടിച്ചു കണ്ടോ മോനെ? മെഷീൻ ഇതാമേ ഇത്രേ ഉള്ളൂ. ആ അല്ല, ഇത്ര സാധനം ഉള്ളൂ. എങ്ങനെ വേണേ തയ്ക്കാം. ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടോ? ഇതാ സാധനം. ഇത് ഇവിടെ വെച്ച് വേണം തയ്ക്കാം, കട്ടിലിരുന്ന് വേണം തയ്ക്കാം. മറ്റേപോലെ മറ്റേ പണ്ടത്തെ മഷ ചവിട്ടി അടിക്കുന്ന അതുപോലത്തെ മറ്റേ ടൈപ്പ് മെഷീൻ അല്ല, കറണ്ടിന്റെ മോട്ടർ. കാല് കൊടുത്താൽ മതി. സാധനം ഇതിലെല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുതിയ ലോക്ക് ചെയ്യുന്നതും ഇങ്ങനെ ഇതൊക്കെ ഉരുട്ടി അടിക്കത്തില്ല, ഇതൊക്കെ ഇല്ലേ? പുതിയ മോഡല്. ഇത് കൊല്ലാവോ? കൊല്ലാവോന്ന് പറ. എനിക്ക് സങ്കടം വരും. കൊല്ലാന്ന് പറ. ഏറുകണ്ണിട്ട് നോക്കുവേ. ഏറുകണ്ണിട്ട് ആ കണ്ണ് കണ്ടോ? ആ കണ്ണിന്റെ ഭംഗി കണ്ടോ? ഇങ്ങോട്ട് നോക്കി. ആ ചുന്തിരി കണ്ണ് വെച്ച് നോക്കിക്കേ. ആ ചുന്തിരി കണ്ണ്. ചിരിക്കും. ഇപ്പൊ ചിരിക്കുവേ. ഇപ്പൊ ചിരി വരുവേ. അയ്യടാ. കുഞ്ചു എന്തിയെ മോനെ? കുഞ്ചു എന്തിയെ? കള്ളി. ഒരാൾ എന്നെ ഉണ്ടെങ്കിലും ആദ്യം അച്ചക്ക് കൊണ്ട് തരും കേട്ടോ. അച്ഛ തിന്നില്ലെങ്കിൽ ഒറ്റവെപ്പ് കാര്യങ്ങളൊക്കെയാണ്. ശരിതാ അച്ചക്കിട്ടാ. അച്ഛ തിന്നെ ബാക്കി അങ്ങ് തിന്നും. എങ്ങനെ അച്ഛ തിന്നില്ല ഒറ്റ പറയുന്നേ? അച്ഛ ഒറ്റ ഇത് നയൻതാരയെ പോലെ മറവുള്ള കൊച്ചാട്ടോ.
പപ്പായ അങ്ങോട്ടും വിടത്തില്ല. ആ മറുകൊന്ന് കാണിച്ച മോനെ, ചുണ്ടിന്റെ മേലത്തെ മറുകൊന്ന് കാണിച്ചു. ഇത് കണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു വലിയ മറുകായി പോകുന്നു തോന്നുന്നു. ഇല്ല, അതങ്ങനെ നമ്മള് വിടർത്തുന്നോണ്ട് തോന്നുന്നു. ആണോ? എങ്ങനെ അവിടെ കറക്റ്റായിട്ട് വന്നെന്നോ? നയൻതാര അവിടെ ഇടിയിപ്പിച്ച മറുകാണത്. അല്ല, നയൻതാരക്കുള്ള ഞാൻ ആദ്യം ഇടിയിപ്പിച്ച അറിയത്തില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയാന്ന് തോന്നുന്നു. ഇത് തന്നെ മണ്ണമാറ് പണ്ടോട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മറുകണ്ട് കാണിച്ചേടാ, മറുകണ്ട് കാണിച്ചേടാ, ഈ മറുക് തിരിച്ച് മറുകൊണ്ട് കാണിച്ചേടാ. അങ്ങനെ തോയാട്ടോ. എവിടെ പോവാന്നു? അത് കുരുവല്ലേ? നല്ല ചുന്തിരം പല്ലാണേ. ഈ കാണിച്ചു കൊടുത്ത എല്ലാരും നല്ല ആ പല്ല് ഒരെണ്ണം ആ പല്ല് കണ്ടോ, ഒരെണ്ണം താഴോട്ട് പോയി. നേരെ നല്ല നേരത്തിലുള്ള പല്ലായിരുന്നു, അത് താഴോട്ട് പോയിട്ടുണ്ട്. അത് മറ്റേത് പുറയത്തില്ല വന്നപ്പം ഇങ്ങനെ ഇതായതാ, എന്റെ പോലെ ഇവളുടെ പല്ല് പോലായി കറക്റ്റ്. രണ്ടിന്റെയും പല്ല് നല്ല അടിപൊളി പല്ലുകളാ. പല്ലുകളാ, പുഴുപ്പല്ലില്ല, ഒന്നുമില്ല. പല്ല് തേക്കുന്നോണ്ടാ, അല്ലെങ്കിൽ നല്ല എല്ലാ ദിവസവും ദാ നീ നീ സ രി 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 പറഞ്ഞേ, രി ഗ മ പ ദ നീ സ സരിഗമ സരിഗമ പതിനീസ. ഉഞ്ചൂനൊന്ന് വിളിച്ചേ, ഉഞ്ചൂന്ന് വിളിക്കും. മുറുക്കെ ഉഞ്ചുവേന്ന് വിളിക്ക്. എന്തോ അപ്പോ അമ്മോന്റെ അച്ഛന്റെ പേരെന്നാ? അപ്പു. അമലാലൻ എന്നാണ് മോന്റെ അച്ഛന്റെ പേര്. അമ്മയുടെ പേരെന്നാ? ഉഞ്ചു. ചേച്ചിയുടെ പേരെന്നാ? ചേച്ചിയുടെ പേരെന്നാ ശരിക്കും? അമ്പലാലല്ല, ആമിയല്ലേ? എന്നാ ചേച്ചിയുടെ പേരെന്നാ? ആമി. ആമി. ആമിയേന്ന് വിളിച്ചേ. ആമൂ. മോന്റെ പേരെന്നാ? ഞാനാന്ന് പറയുന്ന പേരില്ലേ? ഞാൻ തന്നെ ലച്ചു. ലച്ചു. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? സുഖാണോ? പപ്പാവ തന്നെ ഒന്ന് വിളിച്ചേ. പപ്പേനെയാണ് ഇട്ടം, കുഞ്ചമ്മേനെയാണ് ഇട്ടം, അപ്പൂച്ചേനെയാണ് ഇട്ടം. ആരെയാ ഇട്ടം ഏറ്റവും കൂടുതല്? ഒരു ഡാൻസ് കളിക്കാവോ? ഒരു ഡാൻസ് കളിക്കാവോടോ? ഓക്കെ. ആ, ഇതെന്ത് ഡാൻസ്? ഇതെന്ത് ഡാൻസ്? ഇതെന്ത് ഡാൻസ് ആടും? ഇവിടെ ഒരു നല്ല ഡാൻസ് കളിക്കും. ഇങ്ങനെ കൈ വെച്ച് കളിക്കും. ഇങ്ങനെ ഇവിടെ കൈ വെച്ച് കളിക്കും. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൈ വെച്ച് കളിക്കും. ഇങ്ങനെ അങ്ങനെ കളിക്കും. എന്നിട്ട് ഇവിടെ കൈ വെക്ക്. ഇവിടെ കൈ വെച്ചേ. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ. അല്ല, പോരകല്ല, പോരകല്ല. അപ്പൊ അമലാൽ എന്ത്? ഞാനോ അമലാല്? ആണോ? യാനെ ഒന്ന് വിളിച്ചു. യാനെ എടുത്തോണ്ട് പോട്ടെ അമ്മ. ഓക്കെ 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 അടിയേ. എന്നാടാ ചേച്ചിനെ തിരിഞ്ഞു നോക്കുന്നേ? ഒരു പാട്ട് പാടി കൊടുത്തു വാവയ്ക്ക്. കണ്ണും കണ്ണും കെട്ടിപ്പിടിക്കും. ഇവിടെ കിടന്നു. അയ്യോ, ആൾക്ക് സങ്കടം വരും. പോയോ? കെട്ടിപ്പിടിക്കൂടൊന്നു അവനെ. വാ, എടുക്കാൻ നോക്കി. എടുക്കാനായില്ല മോൻ. എടുക്കാൻ വരുമെന്ന് കണ്ടിട്ട് അവനും ഉടനെ അവനും പൊങ്ങാൻ നോക്കും. അവനാരാ മോൻ? ഇതാരാണ് അപ്പൂച്ചി ചോദിക്കുന്നത്? ഇതാരാ? വാവയുടെ പേരെന്നാ? യാനേന്ന് വിളിച്ചേ.
കെട്ടിപ്പിച്ച് കിടന്നു. താടി കളിക്കണ്ട, അവിടെ ഇരുന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു. അവിടെ കിടന്ന് കിടക്ക അവിടെ ഭാവിയായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങും. അവനെ കെട്ടിപ്പിടിച്ച് കിടന്നേ. ഇതുപോലത്തെ വാവയെ വേണോ? എന്തര്? അല്ല അവിടെ ചോദിച്ചാ അവിടെ ആ പാവേനെ, ഇതുപോലത്തെ പാവേനെ വേണോ? ഇതുപോലത്തെ വാവയെ വേണോ? ഏതുപോലത്തെ പാവേനെ വേണോ? മറുപടി തരൂ. എന്നോട് നോക്കുന്നേ, എടോ നീ എന്നാ നോക്കുന്നേ? ഈ ചേച്ചുമ്മ എന്നെ കാണിക്കുന്നേ ഞാൻ നോക്കുന്നേ. മോൻ അവിടെ കിടന്നേ, വാവരോട് കിടന്നേ, വാവരോട് കിടക്ക്, വാവനെ കെട്ടിപ്പിടിച്ച് കിടക്ക്. ആ ആ പഠിക്ക, ഇങ്ങനെ ചെരിഞ്ഞ കിടക്ക്. ഉമ്പയല്ലോ അതേ, ഉമ്പയാണോ? ഇന്നോട്ടിനോ ചേച്ചേ ആരാ എന്റെ തല പിടിക്കുന്നേ? ഒരാള് തല മസാജ് ചെയ്ത് ഇതാന്നോട്ടന്നെ യാനുമോനെ എടുത്തുന്നേ വായിന് കൈയെടുക്കടാ, വായിന് കൈയെടുക്കടാ, അതിന് കൈയെടുത്തോ? യാനുമേ കൈയെടുക്കടാ, വായിന് ചാടി ചേച്ചി ഇങ്ങനെ ചിരിച്ച തല മസാജ് ചേച്ചി. ചേച്ചി അപ്പൂച്ചൊരു തല മസാജ് ചെയ്ത് കൊടുക്കാൻ. ചേച്ചി അപ്പൂച്ചൊരു തല മസാജ് ചെയ്ത് കൊടുത്തേ. അവൻ ചാടി വന്നു. നെല്ലിട്ട് കേൾക്കാനോ? എണീക്കണോ? നീ എണീക്കാനോ? ഞാനേന്ന് വിളിക്കും, ഞാനേന്ന് വിളിച്ചു, ഞാനേന്ന്. എവിടെ പോന്നു? എന്റെ വാവയാണേ. ഞാന്ന് പറഞ്ഞ അവിടെയാന്ന് അവള് പറയുന്നത്. എന്റെ വാവയാണേ. എന്റെയാന്ന് പറ, മോന്റെയാന്ന് പറ. എന്റെ തലയിടിക്കല്ലേ പറയി പോയി കേട്ടോ. വാവേ. എന്റെ വാവയാണേ. ആര്? മോന്റെ ആണോ? ആണോ? അവൻ പറയാ അപ്പൂച്ച അവന്റെ ആണ്.